ട്രിവാൻഡ്രം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡിൻ്റെ ചെയർമാൻ ശ്രീ രാംചന്ദും അതുപോലെ കേരള PWD സെക്രട്ടറി ശ്രീ ടോം ജോസും ഇവരാണ് നമ്മുടെ ഈ പുതുക്കിയ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. സെക്രട്ടറിക്ക് തിരുവനന്തപുരം നഗരവികസനം പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ തുടർന്നുള്ള പണികൾ നടത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുമായി ഇപ്പോൾ നമ്മൾ വീണ്ടും കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തലസ്ഥാന നഗരവികസന പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ രണ്ടാം ഘട്ട വികസന പരിപാടികൾ ഇപ്പോൾ വീണ്ടും കരാറിലേക്ക് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയുടെ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന്, തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഇതുവരെ പൂർത്തിയാക്കിയ 1/3 ഭാഗം പണി പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി കണക്കാക്കി കരാർ പ്രകാരം സമ്മതിച്ചിട്ടുള്ള അന്യൂറ്റി തുകയായ 35 കോടിയുടെ 1/3 ഭാഗം അന്യൂറ്റിയായി നൽകുന്നതാണ്. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. അത് ഇതുവരെ പണി പൂർത്തിയായിരിക്കുന്നത് 1/3 ഭാഗമാണ്. നമുക്ക് ഓരോ വർഷത്തേക്കും നേരത്തെയുള്ള അഗ്രിമെൻറ്റിൽ തന്നെ പറയുന്നതനുസരിച്ച് 35 കോടിയുടെ ധാരണയാണുള്ളത്. അതിൻ്റെ 1/3 ഭാഗം അന്യൂറ്റിയായിട്ട് നൽകുന്നതായിരിക്കും. പദ്ധതി പുനരാരംഭിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനായി 15 കോടി രൂപ 2 ഗഡുക്കളായി നൽകുന്നതായിരിക്കും. 15 കോടി രൂപ 2 ഗഡുക്കളായിട്ട്. ഇതിൽ ആദ്യ ഗഡുവായ 7.5 കോടി രൂപ ഉടനെ കൊടുക്കാനും രണ്ടാമത്തെ ഗഡു 6 മാസം കഴിഞ്ഞ് കമ്പനി റോഡ് പണിയിൽ ആവശ്യമായ പുരോഗതി കൈവരിച്ചുവെന്ന് ബോധ്യമായതിനു ശേഷവും ഉറപ്പുവരുത്തിയതിനു ശേഷവും നൽകുക എന്നുള്ളതാണ് ധാരണയുമായിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കുന്ന തുക റെഗുലർ ആനുവിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിക്കുന്നതായിരിക്കും. അത് നമുക്ക് മുൻകൂറായി കൊടുക്കുന്നെങ്കിലും പിന്നീട് അത് മൊത്തം തുകയുടെ കൂടെ ക്രമീകരിച്ച് വരുന്നതായിരിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആർബിട്രേഷൻ മുഖാന്തരമാണ് പരിഹരിക്കുക. അടുത്തത്, കരാർ ഒപ്പിടുന്ന തീയതി മുതൽ 2 മാസം കഴിഞ്ഞോ 85% വരുന്ന പദ്ധതി പ്രദേശത്ത് നിലവിലുള്ള സാധന സാമഗ്രികൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് വരെയോ കരാർ ഒപ്പിടുന്ന തീയതി മുതൽ 2 മാസം കഴിഞ്ഞോ 85% വരുന്ന പദ്ധതി പ്രദേശത്ത് നിലവിലുള്ള സാധന സാമഗ്രികൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് വരെയോ ഇതിലേതാണോ അവസാനം നടക്കുന്നത് പ്രസ്തുത തീയതി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന തീയതിയായി കണക്കാക്കുന്നതാണ്. ഇതിലേതാണോ അവസാനം വരുന്നത് എന്ന് കണക്കാക്കി പ്രസ്തുത തീയതി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന തീയതിയായി കണക്കാക്കുന്നതാണ്. പദ്ധതിക്ക് ആവശ്യമായ ഇപ്പോൾ നമ്മൾ 85% ഭൂമിയാണ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ആ 85% മുകളിൽ ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് കൈമാറേണ്ടതാണ് എന്നാണ് ധാരണയുള്ളത്. രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ കൈമാറണം.
അടുത്തത് ആർബിട്രേഷൻ അവാർഡ് സംബന്ധിച്ച് സർക്കാർ ഭാഗത്തു നിന്നും അപ്പീൽ പോകുന്ന പക്ഷം അവാർഡ് തുകയുടെ 50% ബാങ്ക് ഗ്യാരണ്ടിയിന്മേൽ ആർബിട്രേഷൻ അവാർഡിൻ്റെ പകർപ്പ് സർക്കാർ ഭാഗത്തു നിന്നും അപ്പീൽ പോകുന്ന പക്ഷം അവാർഡ് തുകയുടെ 50% ബാങ്ക് ഗ്യാരണ്ടിയിന്മേൽ ആർബിട്രേഷൻ അവാർഡിൻ്റെ പകർപ്പ് കൈപ്പറ്റുന്ന തീയതി മുതൽ ആർബിട്രേഷൻ അവാർഡിൻ്റെ പകർപ്പ് കൈപ്പറ്റുന്ന തീയതി മുതൽ ഒരു മാസത്തിനുള്ളിൽ കമ്പനിക്ക് അഡ്വാൻസായി നൽകുന്നതാണ്. ബാക്കി 50% ഒരു വർഷത്തിനുള്ളിലും നൽകുന്നതാണ്. കമ്പനിക്ക് നൽകുന്ന അഡ്വാൻസ് ആർബിട്രേഷൻ്റെ അപ്പീൽ തീർപ്പാക്കുന്നതനുസരിച്ച് കമ്പനിക്ക് നൽകാനുള്ള തുകയിൽ നിന്നും ക്രമീകരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും എഗ്രിമെൻറ്റിൽ വന്നിരിക്കുന്നത്. ഇത് നേരത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി CVS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പ്രിയങ്കരനായ നിയമവകുപ്പ് മന്ത്രി ശ്രീ MV ജയകുമാർ, അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ TU കുരുവിള, ഇവരുടെ നേതൃത്വത്തിൽ നിരന്തരമായ സംയുക്തമായ ഗവൺമെൻറ്റിൻ്റെ പരിശ്രമം തുടർച്ചയായി നേരത്തെ മുതൽ നടന്നിരുന്നു. വിവിധ ഘട്ടങ്ങളിലായി ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. പ്രധാനമായും 31/5/2007 മന്ത്രിസഭാ യോഗം കുറേയേറെ കാര്യങ്ങൾ അംഗീകരിക്കുകയുണ്ടായി. അതിനുശേഷം അവശേഷിക്കുന്ന ചില പ്രശ്നങ്ങളിന്മേൽ വീണ്ടും തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിന്മേലാണ് കഴിഞ്ഞ ദിവസം ഈ ബുധനാഴ്ചത്തെ ക്യാബിനറ്റിൽ തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിന്നിരുന്നത് കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഇടയായത് 85% ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുമെന്നുള്ള കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ പാലിക്കപ്പെടാതെ വന്നതുകൊണ്ടാണ്. ആ പ്രധാന പ്രശ്നം ഗൗരവമായി എടുക്കുവാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കുറേ ഭാഗം പൂർത്തീകരിച്ചെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് കമ്പനി പറഞ്ഞതനുസരിച്ച് സ്ഥലം ഏറ്റെടുത്ത് തന്നില്ല എന്നുള്ളതിൻ്റെ പേരിലാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് നമുക്ക് സമയം വേണ്ടി വന്നു. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ധാരണയാക്കിയാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയണമെങ്കിൽ ഈ 85% ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള കാര്യം നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കമ്പനി മുഖ്യമായിട്ട് ഉന്നയിച്ച വിഷയം അത് തന്നെയാണ്. ഗവൺമെൻറ് നടത്തിയ തുടർച്ചയായ പരിശ്രമത്തിൻ്റെ വിവിധ വകുപ്പുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സഹകരിച്ചുകൊണ്ടും അവരൊറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായി സഹകരിക്കേണ്ട തലത്തിൽ കൂട്ടായി സഹകരിച്ചുകൊണ്ടും ആത്മാർത്ഥമായ ശ്രമം നടന്നതുകൊണ്ടാണ് ഇപ്പോൾ 85% ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ള നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും 90% ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിലേക്ക് വരാനും ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം സബലീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ എഗ്രിമെൻറ്റിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഞാൻ ആദ്യം കരാറിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതാണ് എൻ്റെ കരാറിൻ്റെ ഒരു ചുരുക്കം, അതാണ് 2 മാസത്തിനുള്ളിൽ ആരംഭിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇപ്പോൾ ധാരണ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ പോലും കമ്പനിയുമായി 45 ദിവസത്തിനുള്ളിൽ കഴിയുമെങ്കിൽ തുടങ്ങണമെന്നുള്ളതാണ്. 2 മാസം എന്ന് ധാരണയുണ്ട്. അതിനു മുൻപ് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഒരു പരസ്പര ധാരണ ഉണ്ടായിട്ടുള്ളത്. പരമാവധി വേഗതയിൽ തുടങ്ങാനുള്ള ക്രമീകരണം കമ്പനി ഉണ്ടാക്കുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന ഭൂമി പ്രധാനമായിട്ടും ഗവൺമെൻറ് ലാൻഡാണ്. അപ്പോൾ അത് വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഇതിനോടകം തന്നെ വിവിധ ഘട്ടങ്ങളിലായി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ഒരു അവശേഷിക്കുന്ന ഭാഗം കൂടി നമുക്ക് ഏറ്റെടുത്ത് കൊടുക്കുന്നതോടുകൂടി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ പ്രധാനമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയും. സമയബന്ധിതമായി ഇപ്പം നിശ്ചയിച്ചിരിക്കുന്നത് പോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ഇതായിട്ട് സൂചിപ്പിക്കുന്നത്. 18 മാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 1.5 വർഷം. 42 കിലോമീറ്റർ റോഡാണ്. 250 അല്ലേ, 225 കോടി. കിലോമീറ്ററിൻ്റെ ബേസിലല്ല, ആനുവിറ്റി സിസ്റ്റമാണ്. ആനുവിറ്റി സിസ്റ്റം ഞാൻ ആദ്യം പറഞ്ഞു, ഓരോ വർഷമാണ്. പണി പൂർത്തിയാക്കിയിരിക്കുന്നത് 1/3 ഭാഗം പൂർത്തിയായിട്ടുണ്ട്. പേയ്മെൻ്റ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പേയ്മെൻറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം അത് വീണ്ടും നമ്മളൊരു റിവ്യൂ കൂടി വെക്കണം. കാരണം ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ എഗ്രിമെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ചെറിയ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഇപ്പം ഈ യൂട്ടിലിറ്റീസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ ഇനിയും നമുക്ക് സമയം നീട്ടിക്കൊണ്ട് പോകാൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എഗ്രിമെൻറ്റിലേക്ക് വന്നത്. കാരണം ഇവർക്ക് പിന്നെ ഒരു മൊബിലൈസേഷന് വേണ്ടി എന്താണേലും 2 മാസത്തോളം വേണ്ടി വരും. ആ കാര്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പം 22 ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. അതിൽ 11 ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. എങ്കിലും ബാക്കി 11 മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അനുബന്ധമായി നടക്കണം. അതിൽ ഏറ്റവും ആദ്യം തീരുന്ന ഭാഗത്തിൻ്റെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിനിടയിൽ ചേരുന്ന റിവ്യൂ മീറ്റിങ്ങിൽ വെച്ച് ഏത് റീച്ചാണ്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ്, ഏത് കാര്യങ്ങളാണ് ആദ്യം ചെയ്യാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ്. ഇല്ല, മാറ്റിയില്ല. അന്ന് 15 പറയാം 1/3 എടുത്തു കൊടുത്തു. 14 കിലോമീറ്റേഴ്സ്. 42 കിലോമീറ്റർ റോഡിൽ 14 കിലോമീറ്റർ റോഡ് പണി ചെയ്യുന്നതിനുള്ള സ്ഥലം മാത്രമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ലഭ്യമാക്കിയിരുന്നത്. ആ 14 കിലോമീറ്റർ റോഡിൻ്റെ പണികൾ അന്ന് പൂർത്തിയാക്കപ്പെട്ടിരുന്നു. ഇതിൽ തന്നെ 6 കിലോമീറ്റർ സർക്കാരിൻ്റെ കൈവശമുള്ള ഭൂമിയായിരുന്നു. അവശേഷിക്കുന്ന സ്ഥലം ലഭ്യമാകാതെ വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ